ഇനി നാലാമത്തെ ശ്ലോകമാണ്. തത്രാഥ പാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. ഇവിടെ അംബരീഷനെ പരീക്ഷിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു വർഷക്കാലം വ്രതം നോറ്റ് ദ്വാദശി നാളിൽ പാരണ കഴിച്ചാൽ അതിനൊരു സമാപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ വ്രതം കാലം കൂടുന്ന ദിവസം ദ്വാദശി നാളിൽ പൂജയുടെ അവസാനം ഉള്ള അർച്ചനയും കൂടെ കഴിഞ്ഞ സമയത്ത് അവിടെ നമ്മുടെ വളരെ ദേശക്കാരനായ ദുർവാസാവ് മഹർഷി അംബരീഷന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ബ്രാഹ്മണനാണല്ലോ വന്നിരിക്കുന്നത്, സന്യാസി. ബ്രാഹ്മണ ഭക്തനായ അംബരീഷൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അന്യന്മാർക്ക് ആർത്തി ഉണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്ന ശീലമുള്ള ആളാണ് ഈ ദുർവാസാവ് മഹർഷി. അപ്പോൾ ഈ അംബരീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ദ്രോഹിക്കണമെന്നുള്ള ഒരു മനസ്സിൽ ഉണ്ടാവണം. അദ്ദേഹം എന്തായാലും ഭോജനത്തിന് ക്ഷണിച്ചതാണല്ലോ. ഈ ഭോജനത്തിന് ക്ഷണിച്ച വേറെ കുഴപ്പമുണ്ട്, അംബരീഷിന് പാരണ കഴിക്കണം ദ്വാദശി. അപ്പം ഈ മഹർഷി വന്ന് അദ്ദേഹത്തെയും കൂടെ സൽക്കരിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പാരണ കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ നടത്തും എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവട്ടെ എന്ന് ദുർവാസാവ് വിചാരിച്ചോ എന്നൊരു സംശയം. അദ്ദേഹം എന്ത് ചെയ്തു? നിത്യകർമ്മങ്ങൾ ചെയ്യാനെന്ന് ഭാവിച്ചുകൊണ്ട് യമുനാ നദിയിലേക്ക് പതുക്കെ നടന്നു. തത്രാഥ പാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും മൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ.